പുറത്ത് വരെ സൗണ്ടൊക്കെ കേൾക്കും, പിന്നെ പൂച്ചകൾ കയറിയ സൗണ്ടൊക്കെ. എൻ്റെ എക്സിറ്റിന് ചാർജ് കണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ അവസ്ഥയാണ്, കറണ്ട് ഉണ്ടാകും. അതൊക്കെ അനുസരിച്ച് ഇങ്ങനെ വൈകും വീഡിയോക്ക് വരെ. ഇപ്പോൾ ഇന്ന് ഞാൻ വേറെ കയറിയാണ്, നമുക്ക് ഒരു പണിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കും. നമുക്ക് അനോണിമസിൽ എന്തെങ്കിലുമൊക്കെ ചാറ്റൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അത് കിട്ടുന്നുണ്ട്. അതിനെ തിരിച്ച് എന്തിനും റിപ്ലൈ തരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് വള്ളി ഉണ്ടാക്കാം. ഡെയിലിയും ഗ്യാങ്ങിട്ട് നമ്മളാണ് അറിയണ്ട. സിറ്റി ഇത് പുതിയ സിറ്റിയാണേ, ഞാൻ മറ്റേ സിറ്റിയല്ല, പുതിയ സിറ്റിയാണ്, വേറെ സിറ്റിയാണ്. ഇതിൽ ഞങ്ങൾ ആക്റ്റീവ് ആവണം, ഗ്യാങ് സെറ്റ് ആവാൻ വേണ്ടി ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു അഡ്മിൻസ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരം കയറി. ഇപ്പോൾ ടാഗിൽ ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ടാഗ് ഇട്ടില്ല, ചിലപ്പോഴാണ് സെറ്റ് ആവും, കൃത്യത അറിയാൻ പാടാം. ടാഗിൽ ആരെങ്കിലുമൊക്കെ ആക്റ്റീവ് ആവാൻ പറഞ്ഞു, ടാഗ് കിട്ടി. ഇങ്ങനെ നടക്കുന്നു. നമ്മൾ പുറത്ത് വേറെ സൗണ്ടൊക്കെ ഉണ്ടാവും. വീടിൻ്റെ അടുത്തോടെ ഇട്ട വന്നിട്ടുണ്ട്, വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ചേച്ചി കണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ വർത്താനം പറയാനൊക്കെ കേൾക്കുന്നിരിക്കും. എൻ്റെ എക്സെറ്റിന് ചാർജ് ഇല്ലാണ്ടിരിക്കുക. ചാർജ് കുത്തിടാനാണ് ഞാൻ മറന്നു പോവുകയും ചെയ്ത്. അത് ഇതായിപ്പോയി. ഇപ്പോൾ വീഡിയോ കൊടുക്കാൻ നേരത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ ചാർജില്ല. കുത്തിയൊക്കെ നോക്കിയപ്പോൾ എന്നാ കരണ്ടുമില്ല. വാണ ഇതൊക്കെ പോടാന്ന് വണ്ടിയിലെ കേസ് കിടക്കണ സിറ്റിയിൽ വന്ന് തന്നെ എനിക്കൊരു പണി കിട്ടി കേസ്. വണ്ടി ആക്കണമെന്നും പറഞ്ഞ് ഈ വണ്ടി ലോക്കല്ലെങ്കിൽ നമുക്ക് കക്കാം. ഇതെന്നത് എടുക്കാൻ പറ്റാതെ ചെക്കാണ്. ലോക്കാണ് വണ്ടിയിൽ വണ്ടി ആക്കും. പക്ഷേ എൻ്റെ ഒരു സൈക്കിളുണ്ട്, എനിക്ക് സിറ്റിയിൽ വന്നിട്ട് ഇതായിട്ട് വണ്ടി സെറ്റ് ആയിട്ടില്ല. വണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ഇതിൻ്റെ പേര് AKRP. എൻ്റെ പേര് AKRP എന്ന് കണ്ടോ, AKRP സേഫ് സോൺ. ഇത്രയും വലിയതാ. ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ, ആരുടെ അടുത്ത് വള്ളി പോണോ അവന്മാരെ എന്താ എടുത്തോളൂ. നമുക്കിതൊന്നും അറിയണ്ട. നമ്മളാണ് നമ്മുടെ പേരും വിലാസം ഒന്നും കാണിച്ചിട്ടില്ല. ഏത് നമ്മൾ അനോണിമസിൽ ഇതാണ് പറയണേ. ആരനുസരിച്ച് അറിയാമെങ്കിൽ എന്താണ് തമാശക്ക് ചെയ്തത്. അത്ര സീരിയസ് ആയിട്ട് AKRP ഒരു പണിയില്ലല്ലോ ഗെയ്സ്. ഇവിടെ ചുമ്മാ നടക്കാന്നുള്ളൂ. മറ്റേ സിറ്റിയിലാണെങ്കിൽ എന്താണ് വല്ല ഗ്രൈൻഡിങ്ങിന് വല്ലതൊന്നും പോകാമായിരുന്നു. ഇവിടെ ഒരു ഒന്നുമില്ല. പക്ഷെ ആക്റ്റീവ് ആകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. എന്താണ് കേസ്, ഇങ്ങനെയൊക്കെയാണ് കേസ്. നമ്മൾ കുറച്ച് നേരം നമുക്ക് സിറ്റി കളിക്കാൻ കേസ്. അതിനിട്ട് ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക്. അവിടെ എന്തോ പ്രശ്നം നടക്കുന്ന പോലെ ഉണ്ടല്ലോ കേസ്. കണ്ടിട്ട്
വണ്ടി കിടപ്പുണ്ടല്ലോ കേസ്. ഇത് വണ്ടി അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് പൂച്ചകളുണ്ട് വീട്ടിൽ. അതുകൊണ്ട് അതിങ്ങളുടെ കരച്ചിലാണ് നിങ്ങൾ കേൾക്കണേ. അതാ പറഞ്ഞത്. എന്നങ്ങനെ എൻ്റെ കേൾക്കണ്ടെങ്കിൽ ഞാൻ എക്സെറ്റ് വെച്ചിട്ടില്ല, അതിൻ്റെയാണ് പറഞ്ഞത്. നേരത്തെ മുൻകൂടി ഞാൻ പറഞ്ഞ. ഇത് കൊള്ളാലോ, പീപ്പ് കളിക്കാൻ വന്ന ഏത് നോക്കില്ല. വണ്ടി ലോക്കല്ല, പൊട്ടന്മാർ ഇവിടെ കള്ളന്മാരെങ്ങനെ മരുണ്ടെന്ന് സുൽത്താനാണ് ഏത് വണ്ടി എൻജിൻ ഓണാക്കിയിട്ട് പോകാൻ പാടില്ല. ഞാൻ ഇനി എൻജിൻ ഓണാക്കുന്നത് കാണാം. വണ്ടി കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ എൻജിനൊക്കെ ഓണാക്കാണ്ടിരുന്നത്. പീപ്പ് കളിക്കാൻ കയറി അവന്മാരൊക്കെ. അതൊന്നൊരു വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി മാറിക്കണ്ട അങ്ങോട്ട് പോയി. അമ്പോ സെറ്റാണല്ലോ ഈ വണ്ടി. നമ്മൾ മാറി കണ്ട വേറെ എന്താണ് കേസ്. നമുക്ക് ഒരു പണിയില്ലാണ്ട് നടക്കാണ് കേസിനെ. തോലെ എന്നിട്ട് എന്നിട്ട് കൊണയുണ്ടാക്കി എവിടെയും ഒരു അടി നിൽക്കും. ഇത് തന്നെ മുതുവള്ളി വള്ളി തിനൊരു മെയിൻ വള്ളി അങ്ങനെ വിചാരിച്ചത് കേസ്. ഇവിടെ കണ്ട് എന്ത് കിടപ്പുണ്ട് കേസ്. നല്ല ആങ്ങുണ്ട് കേസ്. വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെയാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ആങ്ങടിക്കുന്നുണ്ട്. ഹലോ 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 ബ്രോ, ഹലോ. ഡ്രോപ്പ് ഇടാനാ? എന്ത് പൈസയാ? പൈസ ഒന്നും ഞാൻ ഡ്രോപ്പ് ചെയ്തില്ല. ഞാനത് പിച്ചക്കാരനാണ്. ഒരു വണ്ടി പോലും ഇല്ലാണ്ട് ഞാൻ നടക്കണേ. ഇവിടെ വന്നതേ ഉള്ളൂ പുതിയതായിട്ട്. അപ്പോഴത്തേക്കും ബ്രോ പൈസ കയറാൻ എൻ്റെ ഒരു പൈസ ഇല്ല ബ്രോ. ഒരു പാട്ട വണ്ടി കൊണ്ട് നടക്കണം ബ്രോ. ഇതൊക്കെ ഭയങ്കര പാട്ട വണ്ടിയാണ് ബ്രോ. ലോക്കൽ വണ്ടി കൊണ്ട് നടക്കുന്നത്. വണ്ടി വേറെ എന്തെങ്കിലും വാങ്ങിക്ക്. കേൾക്കല്ലേ, ചെവിയും കേൾക്കൂലേ ബ്രോക്ക്? എൻ്റെ പൊന്നും ബ്രോ, അല്ല പാട്ടുണ്ട്. ഇത് അങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കും ബ്രോ, അല്ലെങ്കിൽ ഇതുപോലെ പൊകിഞ്ഞ് നടക്കും വണ്ടി എടുത്ത്. ബ്രോ കേൾക്കണ്ടോ? മൈക്കോണാക്കൂ. കേൾക്കണ്ടോ? മൈക്കോണാക്കൂ ബ്രോ. കേൾക്കാവോ ബ്രോ? പോ. നല്ലതാണ്, പോണയാണ് നല്ലത്. എന്താണ് നമ്മൾ ഓരോരുത്തമ്മനെ ചൊറിഞ്ഞോടിക്കണം, മനസ്സിലായോ? ഇവിടെ നമ്മളിങ്ങനെ വേണം. നമ്മൾ ഇത്രയാണ്. മറ്റേ സിറ്റിയിൽ പുതിയ ഗ്യാങ്ങൊക്കെ കേൾക്കുന്നത് പറഞ്ഞിട്ട് അമ്മൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മളാണൊരു മനുഷ്യനറിയില്ല. ഇതാണ് നമ്മളാണൊരു മനുഷ്യനറിയില്ല. ഇതുപോലെ തേരാപായ നടക്കും. ഇതുപോലെ അനുഭവത്തിൽ ഇട്ടിട്ട് വേർപ്പിക്കും. അവന്മാരെന്നിട്ട് സത്തുടെ ഗ്യാങ് എന്ത് അനോണിമസിൽ നിന്ന് കൊണിക്കാൻ അവന്മാരെ പേടിക്കും. ആ ഒരു വണ്ടി വന്നത്
ഫസ്റ്റ് കയറിയപ്പോഴല്ല എപ്പോഴാ രണ്ടാമത്തെ ദിവസം ഞാൻ ഇതുപോലെ പ്രവർത്തിച്ചിരുന്നു ഉമ്മേനെ. അപ്പോൾ ഉമ്മേനെ കയറിയൊരു മെമ്പേഴ്സായിട്ട് അടിയായി. അങ്ങനെ കണ്ടിട്ടുണ്ടേ ഈ ഓർക്കുന്ന വണ്ടിയുണ്ട് അവിടെ ചിത്രം വെക്കുന്നു. പ്രേതം പിടിച്ച വണ്ടിയാണെന്ന് വണ്ടിയൊരു മനുഷ്യനില്ലല്ലോ. വണ്ടിയിൽ കയറാനും പറ്റണം നമുക്ക്. എന്താ അവസ്ഥ പുള്ളിക്കാണ്ടുണ്ടല്ലേ സൗണ്ട് കുറവാണെങ്കിൽ പറയണേ കേസ്. നമുക്ക് അടുത്തത് ശരിയാക്കാം അടുത്തത് ശരിയാക്കാം. വണ്ടി പോയി നാളെ മനസ്സിലായി. തോക്കൊക്കെ ഉണ്ടല്ലോ പേര്. ഇവൻ്റെ പേരെന്നാ? ഹലോ ബ്രോ ഹലോ, എന്താണ് പരിപാടി ബ്രോ? കേൾക്കാവോ? ഹലോ കേൾക്കാവോ? എന്താണ് പരിപാടി? ഓ ശരി. ഇവനെ കണ്ടപ്പോൾ വള്ളിയെടുക്കണ മൈൻഡിലാണ്. എന്താവശ്യമാണ് വള്ളിയെടുക്കണ മൈൻഡിലാണ് കണ്ടിട്ട്. വള്ളിയെടുക്കണ മൈൻഡിലാണ് ഇതിനെ ഓടിക്കണം. ഇല്ല ഗ്യാങ്ങിലുള്ളമാരെ നീ വന്ന് അടിച്ചിട്ടിട്ട് പോകും. നമ്മളിവിടെ ഗ്യാങ്ങായി സെറ്റാവട്ടെ. എന്നിട്ട് പോയിട്ട് ഏതിലൊരു കുഞ്ഞേനെ ഹോസ്റ്റേജ് എടുക്കാം. അതൊരു ഇതാണ് ടോത്തമാനെ ഹോസ്റ്റേജ് എടുക്കാം. ഇത് നമ്മളവിടെ കണ്ടോണ്ടില്ലേ? വണ്ടി ഓടണ്ടില്ല. നമ്മളെപ്പോഴത്തെ ഗ്യാങ് സാധനം നമ്മുടെ കിടപ്പുണ്ട്. നമ്മളെ ഗ്യാങ്ങിട്ടുള്ള മെമ്പറാണോ? ഹലോ ബ്രോയുടെ പേരെന്നാ? ഹലോ ഏത് ഗ്യാങ്ങാണ്? ഗ്യാങ്ങിലതുണ്ടോ? ഓ ഇത് മുമ്പ് സിറ്റി കളിച്ചിട്ടുണ്ടോ? ഏതിലാ? അല്ല സിറ്റി വേറെ സാമ്രാജ്യം നെസ്മുളേൻ്റെയിലൊക്കെ സിറ്റി. വേറെ ഏത് സിറ്റിയിൽ വേറെ ഗ്യാങ് ആയിട്ട് അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല. ഒന്നടിക്കൂ വണ്ടിയിലോ? എന്താണ് ബ്രോ എനിക്കൊരു സിഗരറ്റ് തരൂ. ഇല്ല ബ്രോ, സിറ്റിസൺ ബ്രോ, ഒരു സിഗരറ്റ് തരുമോ ബ്രോ? എന്നോട് പോണേ സിഗരറ്റ് വാങ്ങിച്ചാണ്. പൈസ ഇല്ലാത്ത എനിക്ക് വാങ്ങിച്ചാണ് ബ്രോ. സിഗരറ്റ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് തരാമോ ഒരു സിഗരറ്റ്? ക്യാഷ് ഉണ്ടോ? ക്യാഷും പിന്നെ ഒരു സിഗരറ്റും തന്നാൽ മതി. അത്രയ്ക്ക് സഹായം. കാറും വേണം. കാറും ഉണ്ട്. അത്രയ്ക്ക് നല്ലത്. പൈസ ചോദിക്കുമ്പോൾ നീ കാറിനൊക്കെ മുമ്പിൽ കടക്കാനും പറ്റില്ലല്ലോ. ഉണ്ടായാലും മൈക്ക് ഓഫ് ചെയ്തിട്ടല്ലേ, നല്ല ബഗ്ഗാണ്. എവിടെ
ഉണ്ട്. ആവൂ കാറ് എൻ്റെ നേരെ ഐഡിയ 77. വന്നില്ലേ നിൽക്കുക. ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ചെറിയൊരു ബഗ് ഉണ്ട്. ഹലോ കേൾക്കാവോ? അയ്യോ ഒരു 1 മിനിറ്റ് ഇവിടെ തന്നെ നിൽക്കേ. ഞാൻ ഒന്ന് റീലോഗായിട്ട് വരാം. ID 333. താങ്ക് യു ബ്രോ. സിഗരറ്റ് ഉണ്ടോ ബ്രോ? ഒരു സിഗരറ്റ് ചോദിച്ചതിന് ഒരു പൂക്കായം തന്നെ തന്നു ബ്രോനെ ഞാൻ ഒരിക്കലും മറക്കൂല എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. ഇതുപോലത്തെ മനുഷ്യനെ കിട്ടുമോ? ഞങ്ങൾക്ക് എന്നെ വലിയ ആൾക്കാനുള്ള ബ്രോ പറ. ക്യാഷ് ഉണ്ടോ? ഇല്ല. നമ്മളെ സിറ്റി കയറി കഴിഞ്ഞപ്പോൾ ഉള്ള ക്യാഷേ ഉള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാഷേ ഉള്ളൂ. അത് വെച്ച് ഇവിടെ എന്ത് നടക്കാനാ? 1 lakh എന്ത് പറയാനാ ബ്രോയുടെ ഇഷ്ടം പോലെ തന്നു. എനിക്കൊരു കുഴപ്പമില്ല. തന്നു ബ്രോ. ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ സഹായിക്കണമായിരുന്നു ബ്രോ. ID 3 ബ്രോ. ചോദിക്കണോ? ID 3. താങ്ക് യു ബ്രോ. ഓക്കെ. ഒരു സിഗരറ്റ് ഞാൻ ചോദിച്ചോളൂ. ഇനി ഇത്രയൊക്കെ തന്ന് താങ്ക് യു. ഗേസ് നമ്മുടെ ഭാഗ്യം നോക്കിയേ ഗേസ്. സിറ്റിയിൽ വന്നതേ ഉള്ളൂ. എന്തോ ഭാഗ്യമാണ് ഗേസ്. നമ്മുടെ എന്തോ ലക്കൊക്കെ ഉണ്ട് കേട്ടോ ഗേസ്. അതാണ് ബ്രോ. താങ്ക് യു ബ്രോ. എൻ്റെ DC-യിലേ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കട്ടോ. എനിക്കൊരു ചാനലുണ്ട്. ഇപ്പോൾ ബ്രോ തന്നതായിട്ട് ചാനലിൽ വന്നിട്ടുണ്ടാവും. എൻ്റെ നെയിമോ ഡെവിൽ ഡൊമിനിക്. ഞാൻ ഒരു മറ്റേ ജനറൽ ചാറ്റിൽ ഒരു അയക്കാം. ഈ പേര് തന്നെ അതിൽ മെസ്സേജ് അയച്ചത്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് അയച്ചേക്കാം. സബ് അടിക്കണേ. ഗ്യാൻറ്റ് മെമ്പറെ കൊണ്ടൊക്കെ സബ് അടിപ്പിക്കണേ. DC നെയിം DC-യിൽ AKRPയുടെ DC-യിൽ ഞാൻ ജനറൽ ചാറ്റിൽ ഒരു അയക്കാം. അതിൽ കയറി തൊട്ട് വാസു GG മറ്റേ ഇതിലത്തെ പേര്. AKRPയിൽ കിട്ടണ. AKRPയിൽ ഞാൻ അന്താത്തിൽ മെൻസ് അടിച്ച് ബ്രോനെ ഹായ് അയക്കാം. ഓക്കെ. ഞാൻ DC-യിൽ മെസ്സേജ് അയക്കാം. ബ്രോക്ക് ജനറൽ ചാറ്റിൽ ഞാൻ ഹായ് അയക്കാം മെൻസ് അടിച്ച്. വാസു GG ഓക്കെ. ഓക്കെ. ഞാൻ അപ്പം മെൻസ് അടിക്കാം. ഞാൻ ഇപ്പം ഇറങ്ങാണ്. സിറ്റിയിൽ നിന്ന് ഇറങ്ങാണ്. യെസ്
ഗീസ് ഞാൻ ഇറങ്ങാണ് ഗീസ്. വീഡിയോയും വൈൻഡപ്പ് ചെയ്യാണ് ഗീസ്. ബൈ ബൈ ഗീസ്.